അമ്മ മാറിയിട്ടില്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതേപോലെയാണ് ഇനി പറയുന്ന കാര്യവും. ഇവിടെ ഭർത്താവ് മരിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭർത്താവിന്റെ കമ്മിറ്റ്മെന്റ്, ലവിങ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഒക്കെയാണ്. പക്ഷേ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരിക്കലും ഭാര്യ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അവരെപ്പോഴും ഇങ്ങനെ ഗ്ലൂമിയായി ഒരുതരം വിഷാദ അവസ്ഥയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഒന്നിലും താല്പര്യമില്ല, നല്ല വസ്ത്രങ്ങൾ ധരിക്കില്ല, ഒന്ന് ഒരുങ്ങി നടക്കാറില്ല, മക്കളുടെ അടുത്ത് വലിയ ആവേശം കാണിക്കാറില്ല, മക്കളുടെ കാര്യങ്ങളിലും വലുതായിട്ട് ഇടപെടുന്നുമില്ല. ഈ ഒരു അവസ്ഥ തുടരുമ്പോൾ അവർ ചിലപ്പോൾ മരണം വരെ ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഇത് കണ്ട് മക്കളും ഏറെക്കുറെ ഒരുതരം വിഷാദാവസ്ഥയിലേക്ക് പോകും. എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു സങ്കടമായിരിക്കും. പിന്നെ ജീവിതത്തിൽ വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി അമ്മ അനുഭവിക്കുന്ന പോലെ തന്നെ കുട്ടികളും അനുഭവിക്കും. ഇവിടെ ഈ അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ കെടുതി എന്താണെന്നറിയോ? സത്യത്തിൽ ആ ഭർത്താവിനോടുള്ള സ്നേഹമാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ആ ഭർത്താവ് പ്രകടിപ്പിച്ച കരുത്ത്, ആ ഭർത്താവ് മക്കൾക്ക് കൊടുത്ത സപ്പോർട്ട് ഒന്നും തന്നെ അമ്മ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അമ്മ മാറിയിട്ടില്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ ഉള്ളിൽ എപ്പോഴും മരിച്ചുപോയ അല്ലെ വിട്ടുപോയ അച്ഛനെ കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രമായിരിക്കും. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റേയില്ല. ഇവിടെ അമ്മ മാറേണ്ടതുണ്ട്. അമ്മ മാറിയിട്ട് യഥാർത്ഥത്തിൽ ഭർത്താവിൽ നിന്ന് മക്കൾക്ക് എന്താണോ കിട്ടിയത്, എന്ത് കരുത്താണോ കിട്ടിയത്, ആ കരുത്ത് മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു എനർജി അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയും സാധാരണ ജീവിതത്തിലേക്ക്, അത് മറ്റുള്ളവർ എന്തു പറഞ്ഞോട്ടെ, എന്നാലും മക്കൾക്ക് വേണ്ടിയിട്ടായാലും സന്തോഷത്തോടു കൂടി സാധാരണ ജീവിതത്തിലേക്ക് വളരെ ആക്റ്റീവായിട്ട് പോവുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മക്കൾക്കും അവർക്കും ലഭിക്കുന്നത് ഒരു പുതിയ ജീവിതമാണ്. മരിച്ചവരോ മരിച്ചു, പിന്നെയും അവരെ ഓർത്ത് ഇങ്ങനെ വേദനിച്ച് ജീവിക്കുന്നതിൽ സത്യത്തിൽ ഒരർത്ഥവുമില്ല. ജീവിതത്തിൽ അതുകൊണ്ട് ഒന്നും നേടാനും കഴിയുന്നില്ല.